യുദ്ധം 5-ാം ദിവസം ശക്തമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഇറാൻ്റെ ഒരു പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. അതോടുകൂടി മിഡിൽ ഈസ്റ്റ് മേഖല ആകപ്പാടെ ഭയപ്പാടിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങൾ ചാമ്പലാക്കും എന്നാണ് അവർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പോരാളികളായിരിക്കുന്ന അല്ലെങ്കിൽ ഹമാസിൻ്റെ വിഭാഗത്തിന് നേരെ ആക്രമണം നടത്തുന്നതിന് പകരം അവരെ ആക്രമിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ പിന്നീട് ഇസ്രായേൽ ചെയ്തിരിക്കുന്ന കാര്യം അവിടുത്തെ ജനങ്ങളെ വധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയായ രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് ഏറെക്കുറെ അമേരിക്ക മാറുകയാണ്. അഥവാ കഴിഞ്ഞ ദിവസത്തെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് 35 ഇറാനികൾ കൊല്ലപ്പെടുകയും ഏകദേശം 300ഓളം ആളുകൾക്ക് പരിക്കേറ്റ വിവരം ഇപ്പോൾ ഇറാൻ്റെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു. ഒരു പക്ഷേ എണ്ണൽ സംഖ്യ കൂടാനാണ് സാധ്യത യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ആയതുകൊണ്ട്. ബിൽഡിംഗ് തകർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡി കിട്ടാനൊക്കെ വല്ലാത്ത രീതിയിൽ ചിലപ്പോൾ പ്രയാസം അനുഭവിക്കും. അപ്പോൾ അതുകൊണ്ട് കൃത്യതയില്ല. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വന്നു? സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വൈദ്യുത നിലയം, പാലങ്ങൾ, ആശുപത്രികൾ പോലെയുള്ള സമുച്ചയങ്ങൾ, മേഖലകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഇപ്പോൾ അമേരിക്ക ആരംഭിച്ചിരിക്കുന്നു. അതിന് പകരമായി ഗൾഫ് മേഖലയിലുള്ള ഊർജ്ജ കുടിവെള്ള മേഖലയെ തങ്ങൾ തിരിച്ച് ആക്രമിക്കുകയും ചെയ്യും. നിങ്ങളുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉള്ളതാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഒട്ടുമിക്ക വ്യാവസായിക മേഖലയും. വ്യവസായം ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക ലാഭമുള്ളതാണ്. അതായത് കുടിവെള്ള സംഭരണത്തെക്കുറിച്ച് നമുക്കറിയാം. ഗൾഫ് രാജ്യങ്ങളിലെ കുടിവെള്ളം എന്ന് വെച്ചാൽ കിണർ എന്ന് പറയുന്ന സംവിധാനം ഗൾഫ് രാജ്യത്തില്ല. കുയൽ കിണർ എന്ന് പറയുന്ന സംവിധാനം അതുമില്ല. ഉള്ളത് എന്ന് പറഞ്ഞാൽ കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കിയിട്ട് വിതരണം ചെയ്യുന്ന സംവിധാനമാണുള്ളത്. ചില സമയത്തൊക്കെ കുടിവെള്ളത്തിന് അവിടുത്തെ പെട്രോളിയത്തിനേക്കാട് വില വരിക കുടിവെള്ളത്തിനായിരിക്കും. കുടിവെള്ളം അവിടെ കിട്ടാൻ വലിയ പ്രയാസമാണ്. പൈപ്പ് ലൈൻ വെള്ളമാണ് എല്ലാ വീട്ടിലേക്കും, എല്ലാ നാട്ടിലേക്കും, എല്ലാ ഈ താമസ ഇടങ്ങളിലേക്കും കമ്പനിയിലേക്കും ഒക്കെ എത്തുന്നത്. ഗവൺമെൻറ് കുടിവെള്ളമാണ്, ഗവൺമെൻറ് പൈപ്പ് വെള്ളമാണ്. അപ്പോൾ എന്നിട്ട് അതിന് നിശ്ചിതമായിരിക്കുന്ന പണം കൊടുക്കുന്ന ഒരു രീതിയാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. ഇനി അതല്ലെങ്കിൽ പിന്നീട് ഈ കുടിവെള്ളം നമ്മൾ പുറത്ത് കടയിൽ നിന്ന് വില കൊടുത്തിട്ട് ബോട്ടൽ വെള്ളം വാങ്ങുന്ന ആ രീതി, ഇതാണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഈ വെള്ളങ്ങളെല്ലാം തന്നെ കടൽ വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് എത്തുന്നതാണ്. ആ ശുദ്ധീകരണ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്ലാന്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആക്രമണത്തോടു കൂടി ബഹ്റൈനിലെ കുടിവെള്ള പ്ലാന്റ് ഒരു ഭാഗത്തിന് തീപിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്തോ അത് വളരെ പെട്ടെന്ന് കെടുത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വെറും ഒരു നയതന്ത്ര ബന്ധമൊന്നുമല്ല. സൗഹൃദ ബന്ധം ഉണ്ടാവും, പാർട്ട്ണർഷിപ്പ് ബന്ധം ഉണ്ടാവും, വ്യവസായ ബന്ധങ്ങളുണ്ടാവും. ഒരേ കമ്പനിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു കൊണ്ടിട്ടുള്ള ഇടപാട് ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ ഒരു പ്ലാന്റ് നിർമ്മിക്കുമ്പോൾ അതിന് ദശകോടികളുടെ സാമ്പത്തിക ഇറക്കുമതികൾ വേണ്ടി വരും. സാമ്പത്തികം ഇറക്കിയിട്ടായിരിക്കും ഇത്തരം പ്രവർത്തികൾ ചെയ്യുക. അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ 16 മുതൽ 31% ഡെപ്പോസിറ്റ് ചെയ്ത അമേരിക്കൻ പൗരന്മാരും ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ പൗരന്മാരും ഉണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന പല പ്രവർത്തികളും വ്യവസായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വേണം വലിയ രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതല്ല തങ്ങളുടെ ലക്ഷ്യം. അതായത് ഇറാൻ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. സാമ്പത്തിക ഉറവിട മേഖലയെ തകർക്കണമെങ്കിൽ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക തകർച്ച അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാവണമെങ്കിൽ അവരുടെ സ്ട്രക്ചറിന് നേരെ തന്നെ ആക്രമണം നടത്തുക. ആ പറയപ്പെട്ടതാണ് ഇത് എന്ന് ചുരുക്കം. ഹോർമുസിൻ്റെ കടലിടുക്ക് ചുവപ്പ് രേഖയാണെന്നും അതിൽ വിദേശ രാജ്യങ്ങൾ, അത് വിദേശ സയനിസ്റ്റ് രാജ്യങ്ങൾക്ക് ഒരു പങ്കാളിത്തമില്ല, അതുകൊണ്ട് അവർ ഒഴിഞ്ഞു പോകണം. അതിൻ്റെ തുടർച്ചയായി തന്നെ പറയുന്നു. ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറയുന്നത് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് അന്താരാഷ്ട്ര പാതയാക്കണമെന്ന് അമേരിക്കയും അത് തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്, തങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇറാനും. ഇതാണിപ്പോൾ യുദ്ധത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന കാര്യം. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊന്നും വലിയ ചർച്ചകൾ ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ അതോടനുബന്ധിച്ചിട്ട് പ്രതികരിക്കുകയാണ്. ദ്വീപ് കേന്ദ്രവും തെക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ലക്ഷ്യം വെക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അമേരിക്ക. അഥവാ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളൊക്കെ ഹോർമുസ് കടലിനോട് ചേർന്നിട്ടുള്ള ദ്വീപുകൾ, അത് അല്ലെങ്കിൽ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ, സൈനിക ലക്ഷ്യങ്ങൾ, ഇതിനെല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. ഹോർമുസ് കടലിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള ഏരിയകളിലെ കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടത്തുന്നു. അഥവാ സീപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട്, തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത് എന്നുള്ളത്. ഇനി നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഹോർമുസിൽ എന്തുകൊണ്ട് ഇറാൻ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല?
അത് വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടതാണ്. ഹോർമുസിൽ അത് പല രീതികളും അത് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഒരു വിരാമവുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന വിഷയങ്ങൾക്കും ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള മരണകാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ അമേരിക്കയെ ഏൽപ്പിക്കൊണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് പ്രസക്തമാണ്. ഇതിലാണ് കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയം ഇറാൻ കളിക്കുന്നത്. ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടൽ എന്ന് പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര പാതയാണ് എന്ന് നമുക്കറിയാം. അന്താരാഷ്ട്ര പാത എന്ന് മാത്രമല്ല, ഈ മേഖലയിലുള്ള നല്ലൊരു ശതമാനം പെട്രോളിയം ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്കും യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്കും അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് എല്ലാം എത്തുന്നത് ഈ ചെറിയ ഒരു ഇടുങ്ങിയ കടൽപാത വഴിയാണ്. അതൊരു സാമ്പത്തിക നിഗൂഢമായിരിക്കുന്ന ഒരു ദ്വീപ് രാജ്യം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരു സാമ്പത്തികമാണത്. അതിനെക്കൊണ്ട് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഒരു വഴി ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. വലിയ മീൻപിടുത്തവും കാര്യങ്ങളും സംവിധാനങ്ങളും അങ്ങനെ സാമ്പത്തിക വരുമാനമൊന്നും ഹോർമുസ് കടലിൽ നിന്ന് ഇറാനോ ഒമാനോ കിട്ടുന്നില്ല. അങ്ങനെ അതിൽ ആശ്രയിക്കാറില്ല, വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഇടുങ്ങിയ പാതയാണ്. ഏകദേശം 15-30 മീറ്ററാണ്. 15 മുതൽ 30 മീറ്റർ വരെയാണ് അതിൻ്റെ വീതി. 90 മീറ്ററാണ് നീളം കണക്കാക്കുന്നത്. ഇതിനിടയിൽ കപ്പൽ സഞ്ചാരം 24 മണിക്കൂർ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു ബോട്ട് വന്നിട്ട് അവിടെ മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് ആരും നിൽക്കാറില്ല. ഇത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് അത് അമേരിക്കയുടെ കയ്യിലേക്ക് അത് ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു നിയന്ത്രണം വരും. അതൊരു ഭയങ്കര നിയന്ത്രണമായിരിക്കും. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പെട്രോളിയം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് ചില നിബന്ധനകൾ ഒരുപക്ഷെ അമേരിക്ക മുന്നോട്ട് വെക്കും. അമേരിക്ക ആവശ്യത്തിലെത്തിയ മാത്രമല്ല, ഇറാൻ്റെ എത്ര കപ്പൽ പോകണം എത്ര പോകരുത് എന്നുള്ളതും അത് അവർ തീരുമാനിക്കും. സാമ്പത്തിക രംഗത്ത് ഇറാനെ വളരെ കൃത്യതയോടുകൂടി തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ കൈവശത്തിലേക്ക് ഹോർമുസ് വന്നാൽ സാധിക്കും എന്നത് മാത്രമല്ല, ഹോർമുസിൽ എല്ലാ സമയത്തും 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്ന അമേരിക്കയുടെ സൈനികരും കപ്പൽ പടയും സംവിധാനങ്ങളും അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ രാജ്യത്തിൻ്റെ അകത്ത് ഇതിപ്പോൾ ഹോർമുസിൽ കടലിൻ്റെ ആകാശത്തിലൂടെ ഒരു ഡ്രോൺ നിരീക്ഷണമൊക്കെ നടത്തുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു പക്ഷേ അതിർത്തി വിട്ടുകൊണ്ട് ഇറാൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പറ്റിപ്പോയതാന്നൊക്കെ പറയാം. പക്ഷേ രഹസ്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പറ്റും. ഈ പലതരത്തിലും ഈ ഡ്രോൺ ആക്രമണങ്ങൾ, ഈ ഡ്രോൺ നിരീക്ഷണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും ഉണ്ടാവാറുണ്ട്. രണ്ടെണ്ണമാണ്. ഒന്ന് നിരീക്ഷിക്കുന്ന ഡ്രോൺ ഉണ്ട്, ഒന്ന് ആക്രമിക്കുന്ന ഡ്രോൺ. ആക്രമിക്കുന്ന ഡ്രോൺ എന്ത് ചെയ്യും? അവിടെ പോയിട്ട് ആക്രമണം നടത്തി കഴിഞ്ഞാൽ പിന്നീട് നിരീക്ഷണ ഡ്രോണാണ് പിന്നീട് അമേരിക്ക പറഞ്ഞേക്കുക. എല്ലാ സമയത്തും വിജയിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവിടെ ഉദ്ദേശ കാര്യങ്ങൾ ഇങ്ങനെയാണ്. തങ്ങളുടെ ഡ്രോണിൻ്റെ ആക്രമണം നടന്നതിന് ശേഷം ആ രാജ്യത്ത് എത്രത്തോളം നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇതിനെ പറഞ്ഞേക്കുന്നത്. അതൊരു വലിയ പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം നാശമുണ്ട്, മാത്രമല്ല അമേരിക്കയുടെ സൈനിക മേഖലയൊക്കെ ആകാശം നിരീക്ഷിക്കും പോലെ ഏത് തരത്തിൽ രഹസ്യമായിരിക്കുന്ന ഏത് ഒറ്റുകാരുണ്ടായാൽ പോലും സാധിക്കാത്തൊരു കാര്യമാണ്. ആകാശ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ആകാശത്തോടെ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തോടെ നമ്മുടെ അനുമതി ഇല്ലാതെ മറ്റേത് രാജ്യത്തിൻ്റെ ഏതൊരു വിമാനം കയറി കഴിഞ്ഞാൽ അപ്പോൾ വെടിവെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഷോർട്ട് വേ എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങൾ സാധാരണഗതിയിൽ ഈ ഡ്രോൺ സംവിധാനം പോലെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അകത്തേക്ക് ഇടിച്ച് കയറുന്നത് സ്വാഭാവികമാണ്. അത് വെടിവെച്ച് തകർക്കുന്നത് സാധാരണ ഇത് ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ കേണൽ ഗദ്ദാഫി, ലിബിയയുടെ പ്രസിഡൻ്റായിരുന്ന കേണൽ ഗദ്ദാഫിയെ പിടികൂടിയത് എങ്ങനെയാണ്? ആകാശ നിരീക്ഷണമാണ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ആകാശ നിരീക്ഷണത്തിലൂടെ നടത്തുന്ന സമയത്ത് അതേ ട്രിപ്പോളിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന 10-50 കാറുകളുടെ അകമ്പടിയോടുകൂടി രക്ഷപ്പെട്ടു പോകുന്നത് ആകാശ നിരീക്ഷണം നടത്തിയിരിക്കുന്ന അമേരിക്കയുടെ സൈനികർ കണ്ടുപിടിച്ചുകൊണ്ട് താഴെയുള്ള സൈനികർക്ക് അതിൻ്റെ വിവരം നൽകിയിട്ടാണ്. ഇവിടെ ബോംബ് സ്ഫോടനം നടത്തുന്നു, അങ്ങനെ കാറുകൾ കുറേ പൊട്ടിച്ചെതറുന്നു, ഇയാൾ ജീവനോട് കൂടി രക്ഷപ്പെടുന്നു, ഒരു പച്ചക്കറി മാർക്കറ്റിൽ അഭയം തേടുന്നു, അവിടുന്ന് പിടികൂടുന്നു, വെടിവെച്ച് നമുക്കറിയാവുന്നതാണ്, വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഈ നിരീക്ഷണം നടത്തിയ ഇവിടെ വെച്ചിട്ടാണ്. ഇനി ഭീകരവാദിയായിരിക്കുന്ന ബില്ലാദൻ, ഉസാമ ബില്ലാദനെ ഈ പാകിസ്ഥാൻ്റെ അബാട്ടാബാദിൽ വെച്ചിട്ട് അമേരിക്ക പിടികൂടുന്നത് എങ്ങനെ? ആകാശ നിരീക്ഷണം. അത് പാകിസ്ഥാനെ പോലും പറ്റിച്ചിട്ടാണ് അമേരിക്ക പഠിച്ചത്. പാകിസ്ഥാൻ്റെ കൈവശത്ത് ഏകദേശം 1 കിലോമീറ്റർ ദൂര പരിധിയിലുള്ള ഈ റഡാർ സംവിധാനം മാത്രമേ ഉള്ളൂ. 1 കിലോമീറ്റർ ആകാശത്തിൻ്റെ മേലൂടെ പോകുന്ന സമയത്ത് കണ്ടെത്താനുള്ള സംവിധാനം മാത്രമേ അമേരിക്കയുടെ കൈവശത്തിൽ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ അമേരിക്ക 1.5 കിലോമീറ്റർ മേലെയെങ്കിലും വെച്ചുകൊണ്ട് നിരീക്ഷണം നടത്തി എന്നുള്ളതാണ്. അതിൻ്റെതായിരിക്കും സംവിധാന കാര്യങ്ങളും അത്രയ്ക്ക് ശക്തമായിരിക്കുന്ന ക്യാമറ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ചെയ്തത്.
ആ സമയത്ത് ഇങ്ങനെ ഒരു വീട് നിരീക്ഷിക്കപ്പെടുന്നു. അങ്ങനെ നമുക്കത് പറയുമ്പോൾ ഒരുപാട് പറയാറുണ്ട്. ഏതായാലും കണ്ടെത്തിയത് അങ്ങനെയാണ് പല രീതിയിലും. അതേപോലെ തന്നെ ഒരു നിരീക്ഷണമാണ് ഇറാഖിൽ സദ്ദാം ഹുസൈനെ പിടികൂടാൻ വേണ്ടി അദ്ദേഹം ഭൂമിൻ്റെ അടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് പോലെയുള്ള ഒരു സ്ഥലത്താണ് താമസിച്ചത്. ആ താമസിക്കുന്ന ഇടത്തേക്ക് നിത്യേന എന്നോണം ഒരാൾ പോകുന്നു, ഒരാൾ തിരിച്ചു വരുന്നു. അത് നിരീക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആകാശ നിരീക്ഷണം, ഭൗമ നിരീക്ഷണം നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇത്തരം ഒരു പ്രവൃത്തിയോ എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ കൺട്രോളിൽ എത്തിക്കഴിഞ്ഞാൽ സാമ്പത്തിക രംഗം തകരും, അവരുടെ നിരീക്ഷണ രംഗം തകരും, അവരുടെ രഹസ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ തകരും, സൈനികർക്ക് സുരക്ഷിതമായിരിക്കുന്ന ഒരു ഇടം കിട്ടാത്തൊരു സ്ഥിതി വരും. പിന്നീട് ഒരു പക്ഷേ ഒറ്റപ്പെട്ട രീതിയിൽ ആക്രമണങ്ങൾ ഉണ്ടാവും. അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ലെബനാനും ഇസ്രായേൽ നടത്തുന്ന രീതിയിൽ, ഗസയും ഇസ്രായേൽ നടത്തുന്ന രീതി, ആ തരത്തിലേക്ക് ഈ മേഖല ഒരു അശാന്തമായ രീതിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്താണ് ഹോർമുസ് തന്ത്രപ്രധാനമായിരിക്കുന്ന ഒരു മേഖലയാണെന്നും യാതൊരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ഈ മേഖലയിൽ വിദേശ സയനിസ്റ്റുകൾക്ക് ഒരു പങ്കാളിത്തവുമില്ല എന്ന് കൃത്യതയോട് കൂടി തന്നെ ഇറാൻ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇതാണ് എന്ന് ചുരുക്കം.